ഹലോ, ഇന്ന് നമുക്ക് ഈ ഒരു കോപ്പർ വയറും പിന്നെ ഈ ഒരു ഹെഡ് ബാൻഡും പിന്നെ കുറച്ച് ബീഡ്സ് കേട്ടോ. അത് രണ്ട് ടൈപ്പിലെ ബീഡ്സ് ഉണ്ട്. ഒരു ചെറിയ ബീഡ്സും വലിയ ബീഡ്സും ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കോപ്പർ വയർ ഒന്ന് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഹെഡ് ബാൻഡിലൊന്ന് ഒരു 2-3 തവണ ചുറ്റി കൊടുക്കുക കേട്ടോ. ചുറ്റി കൊടുത്തതിന് ശേഷം ആ രണ്ടറ്റത്തും കോപ്പർ വയറിൻ്റെ രണ്ടറ്റത്തിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാം, 2 ഗോൾഡൻ ബീറ്റ് വീതം കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരറ്റം കോർത്തു, അതുപോലെ തന്നെ മറ്റേ അറ്റത്തും കോർത്ത് ഇതുപോലെ കൊണ്ടുവന്ന് എത്തിക്കണം. അങ്ങനെ ഇതുപോലെ കോർത്തതിന് ശേഷം നമുക്കിനി ഒരു കോപ്പർ വയറിൽ കൂടി ഇതുപോലെ ഒരു വലിയ ബീറ്റ് കോർത്ത് കൊടുക്കാം. അത് കോർത്ത് ആ അറ്റത്തെത്തിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൈഡിലെ കോപ്പർ വയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റിൻ്റെ 2 സൈഡിലെ ഒരു സൈഡിൽ കൂടി ഒരു കോപ്പർ വയറും അടുത്ത സൈഡിൽ കൂടി മറ്റേ കോപ്പർ വയറും ഇതുപോലെ കയറ്റാം കേട്ടോ. അതിനുശേഷം ഈ 2 സൈഡിലെയും കോപ്പർ വയറിനെ പതുക്കെ വലിച്ചു കൊടുത്ത് അത് ടൈറ്റ് ചെയ്യാം. കണ്ടോ? വീണ്ടും ഒരറ്റത്തേക്കൂടി നമുക്ക് 2 ബീറ്റ് ഇതുപോലെ ഇടാം. മറ്റേ സൈഡിൽ കൂടിയും 2 ബീറ്റ് നമുക്ക് കോർക്കാം കേട്ടോ. കൂടാതെ നമുക്ക് ഈ ഒരു വലിയ ബീറ്റും കോർക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡിലെ കോപ്പർ വയറെടുത്ത് ബീറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി കയറ്റി 2 കോപ്പർ വയറും പതുക്കെ വലിച്ച് ആ ബീറ്റിന് നമുക്കവിടെ ടൈറ്റ് ചെയ്ത് നിർത്താം. അങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെഡ് ബാൻഡിൽ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ചുറ്റി ഒന്ന് ഈ 2 കോപ്പർ വയറും എടുക്കാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ ആ വലിയ ബീറ്റിലേക്ക് 2 സൈഡിൽ കൂടിയായിട്ടും ഈ കോപ്പർ വയർ നമുക്ക് കടത്താം. അതിന് ശേഷം ആ കോപ്പർ വയർ പതുക്കെ വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിലും അത് ടൈറ്റായിട്ട് ഇരിക്കും ആ ബീറ്റ്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ബീറ്റ് കോപ്പർ വയറിലിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്തോരം ലെങ്ത്തിൽ ചെയ്യണോ അത്രയും ലെങ്ത്തിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഹെഡ് ബാൻഡിൻ്റെ നടുക്കായിട്ടാണ് കുറച്ച് ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്രയോ ലെങ്ത്ത് വേണോ ആ ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് ഈ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടില്ലേ, ഈ ഒരു നടുക്കായിട്ട് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോപ്പർ വയറിൻ്റെ 2 സൈഡിൽ കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഗോൾഡൻ ബീറ്റ് ഇടുക. ഒരെണ്ണത്തിൽ കൂടിയും മറ്റേതിൽ കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടാക്കി കൊടുത്ത് ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അറ്റം നല്ല ഫിനിഷായിട്ട് ഇരിക്കും. കണ്ടില്ലേ? ഇനി ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് ബാൻഡിൽ നമുക്ക് ഈ കോപ്പർ വയർ 2ഉം ചുറ്റി കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഒരു 3-4 തവണ ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 കോപ്പർ വയറില്ല അതിനകത്ത് ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
അതിനുശേഷം ഒരു കോപ്പർ വയറില്ലേ അതിൽ കൂടി നമുക്ക് കുറച്ച് അധികം ബീഡ്സ് ഇതുപോലെ കോർത്തിടാം. ഗോൾഡൻ ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ചധികം ബീഡ്സ് കോർത്തിട്ടിട്ട് നമുക്കിത് ഈ ഒരു ഹെഡ് ബാൻഡിനെ ഇതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 3 ബീറ്റൊക്കെ വെച്ചിട്ടായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചുറ്റി വരുന്നത്. അത് ബീറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, എനിക്കൊരു 3 ബീറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ ചുറ്റി നമ്മുടെ എൻഡ് വരെ നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യാം, മറ്റേ സൈഡും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ മുകളിൽ ചെയ്ത ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നല്ലോണം നേരെ ലെവലാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു കോപ്പർ വയർ എടുക്കുക, ആ ബീറ്റിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒരു 3-4 തവണ ആ കോപ്പർ വയർ നമുക്കൊന്ന് ഹെഡ് ബാൻഡിലൊന്ന് ചുറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബീറ്റ് കുറച്ച് കോർക്കുക, ഗോൾഡൻ ബീറ്റ് ഇതുപോലെ തന്നെ ചുറ്റിക്കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് വരെ ചുറ്റുക. ലാസ്റ്റ് വരെ ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-6 തവണ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോപ്പർ വയർ ഈ ഹെഡ് ബാൻഡിൽ ചുറ്റാം. കാരണം അതൊന്ന് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ ഉണ്ടല്ലോ അതൊന്ന് ആ 2 അറ്റത്തായിട്ടും ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുത്തിക്കൊള്ളേ അല്ലെങ്കിൽ അഴിഞ്ഞു പോരേ ചെയ്യില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഹെഡ് ബാൻഡ് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്